നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൈസ് ടിവി റിപ്പോർട്ടർ ജിൻഡോ പഴഞ്ഞിയെ ആദരിക്കുന്നു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയെ കണ്ടെത്തി. സുബൈർ സ്മൃതി മന്ത്രി ശ്രീ എ.സി. മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ 2 റോഡുകളുടെ പണി പൂർത്തിയായി. ജൈവ മാലിന്യ സംസ്കരണത്തിന് ചൂണ്ടൽ പഞ്ചായത്ത് മാതൃകയാവുന്നു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ VBSന് സമാപനം. കാണിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയം നടത്തുന്നു. വാർത്തകൾ വിശദമായി. നൈസ് ടിവി റിപ്പോർട്ടർ ജിൻഡോ പഴഞ്ഞിയെ ആദരിക്കുന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനകീയ ഫുട്ബോൾ മേള മികച്ച നിലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നൈസ് ടിവിയുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ശ്രീ ജിൻഡോ പഴഞ്ഞിയെ പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സ് ആദരിക്കുന്നു. പഴഞ്ഞിയിലെ പ്രശസ്ത ഫുട്ബോൾ താരം ബാബു ചെറുവത്തൂർ, കാട്ടകമ്പാൽ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ എന്നിവ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനകീയ ഫുട്ബോൾ മേള മികച്ച നിലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പഴഞ്ഞി നൈസ് ടിവി റിപ്പോർട്ടർ ജിൻഡോ പഴഞ്ഞിയെ ഫുട്ബോൾ ഫ്രണ്ട്സ് പഴഞ്ഞി ആദരിക്കുന്നു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയെ കണ്ടെത്തി. കുന്നംകുളം നഗരസഭ അധികൃതരെയും ജനങ്ങളെയും മുൾമുനയിൽ നിർത്തി ഒരാഴ്ചയായി കാണാതായ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി വി സജികുമാറിനെ കുന്നംകുളം പോലീസ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ സ്വന്തം വീട്ടിൽ കണ്ടെത്തി. 1.5 മാസത്തെ അവധിക്ക് ശേഷം ഏപ്രിൽ 1-ന് നഗരസഭയിൽ ചാർജ് എടുക്കാൻ വന്ന സെക്രട്ടറിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. പദ്ധതി പ്രവർത്തനങ്ങളുടെ ഏറ്റവും തിരക്കേറിയ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 31 വരെ 1.5 മാസത്തെ അവധിയെടുത്താണ് സെക്രട്ടറി കുന്നംകുളത്ത് നിന്ന് പോയത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയോ നഗരസഭാ ചെയർപേഴ്സന്റെയോ അനുമതിയില്ലാതെ നഗരകാര്യ വകുപ്പ് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഏറ്റവും തിരക്കേറിയ സമയത്ത് സെക്രട്ടറി അവധിയിൽ പ്രവേശിച്ചത്. അവധി കഴിഞ്ഞു വരുമ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി TK ജോസിനെ വിളിച്ച ശേഷം ചാർജ് എടുത്താൽ മതിയെന്ന് ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ നഗരസഭാ സൂപ്രണ്ടിനോട് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് നീണ്ട അവധിക്ക് ശേഷം ഏപ്രിൽ 1-ന് ചാർജ് എടുക്കാൻ വന്ന സെക്രട്ടറിയോട് സൂപ്രണ്ട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് സെക്രട്ടറിയെ കാണാതായത്. ഏപ്രിൽ 3-ാം തീയതിയാണ് സെക്രട്ടറി വീട്ടിലെത്തിയിട്ടില്ലെന്ന് അറിയുന്നത്. ഇതോടെ സെക്രട്ടറിയെ അന്വേഷിച്ച് പലരും പല വഴിക്ക് അന്വേഷണം ആരംഭിച്ചു. കാണാതായ സെക്രട്ടറിയെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. SI UK ഷാജഹാൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം SI നഗരസഭാ ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തി. സിവിൽ പോലീസുകാരായ ആരിഫ് സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. തൃശൂർ ശക്തൻ നഗറിലെ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി കൊല്ലം സ്വദേശി ASI ജോയിയെ SI തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചു. കുന്നംകുളം പോലീസ് തിരുവനന്തപുരം സ്വദേശിയായ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ നേരിൽ കണ്ട് വി സജികുമാറിനെ കുറിച്ച് അന്വേഷണം നടത്തി. ഇന്നലെ രാവിലെ ASI ജോയി നെയ്യാറ്റിൻകരയിലെ സെക്രട്ടറിയുടെ വീട് അന്വേഷിച്ച് കണ്ടെത്തി. വീട്ടിലെത്തിയപ്പോഴാണ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സെക്രട്ടറി താൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് പുറത്തു വന്നത്. അന്വേഷിച്ചു പോയ ASI അടക്കം ആകാംക്ഷയോടെ നോക്കിയിരുന്നെങ്കിലും പോലീസിനെയും കുന്നംകുളം നഗരസഭയെയും ഒരാഴ്ചക്കാലം ആശങ്കയിലാക്കിയ സെക്രട്ടറിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. സുബൈർ സ്മൃതി മന്ത്രി ശ്രീ എ.സി. മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സുബൈർ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സുബൈർ സ്മൃതി സംഘടിപ്പിച്ചു. കരിക്കാട് സുബൈർ നഗറിൽ വെച്ച് നടന്ന സുബൈർ സ്മൃതി മന്ത്രി ശ്രീ എ.സി. മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ P.K. ബിജു MP അധ്യക്ഷനായിരുന്നു. സുബൈർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ഇർഷാദ് സ്വാഗതവും റഹ്മാൻ അക്കിക്കാവ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സഹായ ധനവിതരണം ശ്രീ ബാബു M. പാലിശ്ശേരി നിർവഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ, ബാലാജി M. പാലിശ്ശേരി, സുധീർ, ജമാൽ KK, ഷബീർ AV എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രഥമ സുബൈർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി. മന്ത്രി എ.സി. മൊയ്തീൻ അവാർഡ് സമ്മാനിച്ചു. സുബൈർ സ്മൃതിയോടനുബന്ധിച്ച് കവിയരങ്ങും സംഘടിപ്പിച്ചിരുന്നു. റഫീഖ് അഹമ്മദ്, PN ഗോപികൃഷ്ണൻ, അൻവർ അലി, KR ടോണി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, P. രാമൻ, ഹരിനാരായണൻ തുടങ്ങിയ പ്രശസ്ത കവികൾ തങ്ങളുടെ കവിതകൾ അവതരിപ്പിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നവനായി പാർട്ടി യോഗങ്ങളിൽ മടിപിടിച്ച് ഇരിക്കുമ്പോൾ
കാണാൻ വരുന്നവരോട് സൗമ്യമായൊരു ചിരിയോടെ പ്രതികരിക്കുന്നവനായി, എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിയുന്ന സുഹൃത്തായി, കവിതയോട് അത് സ്വന്തം ഹൃദയത്തെ ചേർത്ത് വെച്ചൊരു വികാരമായി ഒക്കെ കൊണ്ടു നടന്ന ആളാണ്. സുബൈറിന്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുകയും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവിക്ക് തന്നെ അത് നൽകുകയും ചെയ്യാൻ സന്നദ്ധനായതിനും ഞാൻ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ വിശ്രമരഹിതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതായിരുന്നു സുബൈറിന്റെ ഒരു പ്രത്യേകത. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ 2 റോഡുകളുടെ പണി പൂർത്തിയായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ 2 റോഡുകളുടെ ടാറിംഗ് പണികൾ പൂർത്തിയായി. 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർക്കുകൾ തീർത്തത്. മെറ്റലിംഗ്, സോളിംഗ്, ടാറിംഗ് എന്നീ പ്രവർത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഇന്ദിരാനഗർ, ബാങ്ക് അവന്യൂ എന്നിവയാണ് 2 റോഡുകൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ റോഡ് ടാറിംഗ് എന്നും അത് നിർവഹിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും വാർഡ് മെമ്പർ ശ്രീ PG അർജുനൻ നൈസ് ടിവിയോട് പറഞ്ഞു. ഞങ്ങളുടെ മെമ്പറെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. അതനുസരിച്ച് അർജുനനാണ് ഞങ്ങളുടെ മെമ്പറുടെ ഞങ്ങൾ പറഞ്ഞ വാക്ക് കേട്ടു. അതനുസരിച്ച് റോഡ് ടാർ ചെയ്തിരിക്കുകയാണ്. വീണ്ടും പുതിയ മെമ്പർ തന്നെ അപ്പം ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന അനുകൂലങ്ങളൊക്കെ ചെയ്തു. ആ ഫോട്ടോസ്റ്റാറ്റൊക്കെ വാങ്ങിയിട്ട് പോയി. അതിൻ്റെ ബലമായിട്ട് ഞങ്ങൾക്ക് വേഗം റോഡൊക്കെ ടാർ ചെയ്ത് തന്നു. ഈ വ്യക്തിപരമായിട്ട് പറയണത് ഒഴിവാക്കിക്കൊള്ളൂട്ടാ. ഹക്കീമായിരുന്നു. അപ്പോൾ കാലങ്ങളായിട്ട് ഈ മഴക്കാലം വിചാരിച്ചാൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചളിക്കുണ്ടായിരുന്നു. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ഈ നാട്ടുകാരുടെ ഒരു വളരെ വലിയൊരു ആവശ്യമായിരുന്നു അവരുടെ വഴിയിലേക്കുള്ള മഴക്കാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും വാഹനങ്ങൾ വരാൻ വളരെയധികം പ്രയാസം. ഞങ്ങളുടെ റോഡ് നന്നാക്കി തരണമെന്ന്. ഞാനിവിടെ മെമ്പറായിട്ട് ഇപ്പോൾ ഒരു വർഷവും 6 മാസവുമായി. അപ്പോൾ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് നന്നാക്കി തരണം, ഞങ്ങൾ വോട്ടൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അവരോട് ഞാൻ അന്നൊരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മെമ്പറായിട്ട് ജയിക്കുകയാണെങ്കിൽ, ഈ വാർഡിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ റോഡ് ഞാൻ ടാർ ചെയ്തു തരുന്നു. എന്തായാലും എനിക്ക് അവരോട് പറഞ്ഞ ആ ഒരു വാക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ നാട്ടുകാർക്ക് ഈ റോഡ് നന്നായി വളരെയധികം ആഹ്ലാദമുണ്ട്. ആ ഒരു ഇത് അവരെന്നോട് കാണിക്കുന്നുണ്ട്. ജൈവ മാലിന്യ സംസ്കരണത്തിന് ചൂണ്ടൽ പഞ്ചായത്ത് മാതൃകയാവുന്നു. ജൈവ മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന് മാതൃകയായി ചൂണ്ടൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കിച്ചൺ ബിന്നുകൾ സ്ഥാപിച്ച് മാലിന്യം വളമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. പദ്ധതി നാളെ രാവിലെ 11-ന് കേച്ചേരി UP സ്കൂളിൽ മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം, വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ വാർഡിലെയും കുടുംബശ്രീകളെ രംഗത്തിറക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാട് IRTC വഴിയാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. കിച്ചൺ ബിന്നുകൾ എന്നറിയപ്പെടുന്ന 2 ബക്കറ്റുകളും അതിലേക്ക് ആവശ്യമായ പോളിത്തീൻ കവറും വാർഡുകൾ തോറും വിതരണം ചെയ്യും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തും ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇത് മൊത്തം ഇതിന് 25,20,000 രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ഇപ്പോൾ ഗുണഭോക്ത വിഹിതം പിരിച്ച 5000 ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ VBSന് സമാപനം. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന VBS സമാപിച്ചു. സമാപന ദിവസമായ ഇന്ന് VBS വിദ്യാർത്ഥികളുടെ റാലി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിരുന്നു VBS നടന്നിരുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് VBS സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം ചേർന്ന സമാപന സമ്മേളനത്തിൽ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ MS മണികണ്ഠൻ, 9ാം വാർഡ് അംഗം ശ്രീ PJ അർജുനൻ, ശ്രീ ബാബു പാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിലായിരുന്നു VBS. സമാപന റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതരാകുക, ആശീർവദിക്കുക. അനുഗ്രഹീതരാകുക, ആശീർവദിക്കുക. അനുഗ്രഹീതരാകുക, ആശീർവദിക്കുക. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 5 ദിവസങ്ങളായി നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ഇമ്മാനുവൽ സംയുക്ത VBS 2017 സംയുക്ത റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതരാകുക, ആശീർവദിക്കുക. കാണിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയം നടത്തുന്നു. കാണിപ്പയ്യൂർ HMC ചുണമ്പാറ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 4 മണിക്ക് കാണിയമ്പാൽ കമ്മ്യൂണിറ്റി ഹാളിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും അവയവദാന സമ്മതപത്രം ഒപ്പിടലും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ജോയിന്റ് സെക്രട്ടറി ഗീവർഗീസ് K അന്തിക്കാട് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 150 പേർക്ക് അരി വിതരണം ചെയ്യും. അവയവദാന സമ്മതപത്രം അഡ്വക്കേറ്റ് AD ബെന്നി ഏറ്റുവാങ്ങും. ചന്ദ്രൻ ഇലവന്ത്ര, KA ഷാജി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും അവയവദാന സമ്മതപത്രം ഒപ്പിടലും അതുപോലെ തന്നെ 150 പേർക്ക് 5 കിലോ അരി വീതം വിതരണം ചെയ്യുന്നതായിട്ടുള്ള പ്രോഗ്രാം നടക്കുകയാണ്. സ്പോർട്സ്. പഴഞ്ഞിയിലെ ജനകീയ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരം നാളെ നടക്കുന്നു. പഴഞ്ഞിയുടെ ജനകീയ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരം നാളെ നടക്കും. രാത്രി 9 മണിക്ക് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഡീഗോ കരിമ്പനക്കുന്ന് ഹാസ്മി കരുവന്തലയെ നേരിടും. ഇന്നലെ നടന്ന വാശിയേറിയ മത്സരത്തിൽ MRC ചിറ്റാട്ടുകരയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഹാസ്മി കരുവന്തല ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. വിപണി. അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4700 രൂപ വരെ, പുതിയത് 4500 രൂപ മുതൽ 4781 രൂപ വരെ, രണ്ടാം തരം 2800 രൂപ മുതൽ 3300 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നൈസ് TV റിപ്പോർട്ടർ ജിൻഡോ പഴഞ്ഞിയെ ആദരിക്കുന്നു.
കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയെ കണ്ടെത്തി. സുബൈർ സ്മൃതി മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ 2 റോഡുകളുടെ പണി പൂർത്തിയായി. ജൈവ മാലിന്യ സംസ്കരണത്തിന് ചൂണ്ടൽ പഞ്ചായത്ത് മാതൃകയാവുന്നു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ VBSന് സമാപനം. കാളിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയം നടത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.